എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞമ്മ നല്ല വിളിക്കോ. ആ കുഞ്ഞമ്മ Hello guys, welcome back to yet another episode of Floody. It's me, Agila. കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയും 2 ഡേ കമ്പൈൻ ചെയ്തിട്ടാണ്. ഒന്ന് നെയിമിങ് സെറമണിയുടെയും നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പം കസിൻസിൻ്റെ കൂടെയുള്ളൊരു ഡേയും അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നത് ഈ റൂം ഹോളൊന്ന് അലങ്കരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ഹൽദി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് അലങ്കരിച്ചത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വാമിക്കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അവളെ തല മാത്രമേ കണ്ടുള്ളൂ. ഞാനത് നോട്ടീസ് ചെയ്തില്ല. ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് കാണുന്നത്. എന്നെക്കാളും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് വാമിയായിരുന്നു. കാരണം ഇതൊക്കെ അവൾ എക്സ്പീരിയൻസ് ചെയ്ത് വരികയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് മെല്ലെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ അവർ വന്നു. ചേട്ടൻ്റെ വീട്ടുകാർ ഫാമിലി എല്ലാം വന്നു. എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞമ്മ നല്ല വിളിക്കോ. ആ കുഞ്ഞമ്മ കുഞ്ഞമ്മ നല്ല വിളിക്കാം. ഇനിയെന്താ കുരുത്തക്കേട് പറഞ്ഞു കൊടുക്കുന്നേ. അതെ കസിൻസിൻ്റെ ബേബി ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ, എനിക്കറിയത്തില്ല. പക്ഷേ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കാര്യമായിട്ട്. അങ്ങനെ ചടങ്ങിലേക്ക് കടന്നു. നൂലുകെട്ട് എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാന്ന് തോന്നുന്നു. അപ്പം ആദ്യം നൂലുകെട്ടൊക്കെ ചേട്ടൻ ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ദെൻ എൻ്റെ എൻ്റെ അച്ഛനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എൻ്റെ അച്ഛൻ കൊടുത്തതൊരു വളയാണ്. ഞാനായിരുന്നു സെലക്ട് ചെയ്തത്. ഒരു സിമ്പിൾ വള, ബട്ട് അതിൽ 2 മുത്തൊക്കെ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തത് കൊണ്ട് അവരെടുത്തു. ദെൻ അത് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ നമ്മൾ എന്താണ് ചെയ്തത്, നെയിമിങ് സെറമണി. ഞാനുണ്ടാക്കിയ ആ ബോർഡ് അവരത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ച് നടക്കത്തില്ല, അവരെന്നെ നോക്കുക. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ സക്സസ് ആയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചേച്ചിയും പറഞ്ഞു താങ്ക്സ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. പുറത്തും പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഇടക്കിടക്ക് എടുത്ത് കഴിച്ചു. പിന്നെ എല്ലാവരും പോയതിന് ശേഷം 2 വാവകളെ ഉറക്കിയതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്തു. ഒരുപാട് ഡ്രസ്സായിരുന്നു. എനിക്ക് ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നൈറ്റ് ക്രിസ്മസ് ആയിരുന്നു. സോ അപ്പൂപ്പൻ വന്നു, നമുക്ക് മുട്ടായി തന്നു. ഒരു കുഞ്ഞു കുട്ടികളാണ് കേട്ടോ വന്നത്. പിന്നെ അവിടുത്തെ 2 വാവളെയും ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് അവർ ഒരുപാട് സംസാരിക്കുന്നായിരുന്നു. സംസാരം കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. വാമിമോക്ക് പേടിയാവെന്ന് പറഞ്ഞിട്ട് ആള് മുഖംമൂടിയൊക്കെ മാറ്റി ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖംമൂടി മാറ്റുകയൊക്കെ ചെയ്ത് ലൈക്ക് കുഞ്ഞു കുട്ടിയാണെങ്കിലും നന്നായിട്ട് ബിഹേവ് ചെയ്തു. ലൈക്ക് ആ കുട്ടിക്ക് പേടിക്കണ്ടെന്ന് വിചാരിച്ച് മുഖംമൂടിയൊക്കെ മാറ്റിയത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല, പക്ഷെ നല്ല രസമില്ലേ. വാമിമോക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉടുപ്പിച്ച് കൊടുക്കണം നമ്മൾ, എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ കളിച്ചോളും ഒറ്റയ്ക്ക്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇട്ടുതരുമോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണിത്. പിന്നെ അങ്ങോട്ട് ഞാൻ ഫുൾ വീഡിയോ. ഇവനാണ് ഈ കുഞ്ഞിനെ ഉറക്കുന്നത്. ഉണ്ടോ
താങ്ക് യു. കുഞ്ചു ഇപ്പൊ വേണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് നെക്സ്റ്റ് ഡേ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചെടുത്തല്ല. ജസ്റ്റ് എടുത്തു തുടങ്ങിയപ്പോൾ ഓക്കെ ഇത് കൊള്ളാം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഇപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. അത് ഇന്നലെ പന്തലിട്ടില്ലേ ആ ടേബിളിൽ വെച്ചിട്ട് പുറത്തിരുന്നിട്ട് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ക്രിസ്മസ് ഡേ ആണിത്, 25-ാം തീയതി ആയിരുന്നു ഇത്. അപ്പം കേക്ക് ഓർഡർ ചെയ്തു. അപ്പം അത് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ വൈറ്റും റെഡും ഉള്ളവർ അതൊക്കെ ഇട്ടിട്ട് കേക്ക് കട്ട് ചെയ്തു. എനിക്കറിയാൻ പാടില്ല ഞാനെന്തിനാ കട്ട് ചെയ്തത്, എൻ്റെ ബർത്ത്ഡേ ആണോ എല്ലാവരും പിടിക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിൽ. ദെൻ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, കഴിച്ചു, എല്ലാവരും കൊടുത്തു. ആൻഡ് ഇന്ന് ഞാൻ തിരിച്ചു പോവാണ്. ഇവനും തിരിച്ചു പോവാണ്. ഇവന് NSS ക്യാമ്പുണ്ട്. അപ്പം എൻ്റെ അങ്ങോട്ടാണ് ഇവൻ്റെ ക്യാമ്പിൽ സ്കൂളുള്ളത്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇത്. ഇവനെ ഹൈറ്റ് കാരണം പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണോ. ബട്ട് ഷീസ് മൈ കസിൻ ബ്രദർ. അതും എൻ്റെ ഇളയത്. ദെൻ ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ ഇവനെ ക്യാമ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. ആൻഡ് മിസ്സിനോട് സംസാരിച്ചു, കാരണം അത്രയും ലേറ്റായിട്ടാണ് ഞങ്ങൾ പോയത്. ദെൻ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോയി എൻ്റെ അമ്മേനെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചായക്കൊട്ടിലൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.